ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 17. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്, ഇടർച്ചക്കല്ലുകൾ വരുന്നത് അനിവാര്യമാണ്, എന്നാൽ അതിന് കാരണക്കാരാകുന്നവർക്ക് അയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരാൾ വീഴുന്നതിന് കാരണക്കാരാകുന്ന ആളുടെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അയാളെ കടലിൽ എറിയുന്നതാണ് അയാൾക്ക് നല്ലത്. ആകയാൽ സൂക്ഷിക്കുക. നിന്റെ സഹോദരൻ പാപം ചെയ്താൽ അയാളെ ശാസിക്കുക. അയാൾ അനുതപിച്ചാൽ അയാളോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അയാൾ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ അനുതപിക്കുന്നു എന്ന് പറഞ്ഞാലും അയാളോട് ക്ഷമിക്കുക. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം എങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിലം ഉഴുതു മറിക്കുകയോ ആടിനെ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ നിങ്ങളിൽ ഒരാൾക്കുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങൾ അവനോട് പറയുമോ? നേരെ മറിച്ച്, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്ത് തീരുന്നതുവരെ വസ്ത്രത്തിൻ്റെ അരമുറുക്കി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, അതിനുശേഷം നിനക്ക് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ പറയുക. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് നിങ്ങൾ അവനോട് നന്ദി പറയുമോ? അതുപോലെ തന്നെ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്തതിന് ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥമായത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുക. യെരുശലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ യേശു ശമരിയയുടെയും ഗലീലിയുടെയും നടുവിലൂടെ പോകുകയായിരുന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ കുഷ്ഠം ബാധിച്ച 10 പേർ തനിക്ക് നേരെ വന്നു. അവർ ദൂരത്തു നിന്നുകൊണ്ട്, യേശുവേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവരെ കണ്ടപ്പോൾ അവിടുന്ന് അവരോട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞു. പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരാൾ തനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ പാദത്തിൽ കവിണ്ണു വീണ് നന്ദി പറഞ്ഞു. അയാൾ ഒരു ശമരിയക്കാരനായിരുന്നു. അപ്പോൾ യേശു അയാളോട്, 10 പേർ ശുദ്ധരായി തീർന്നില്ലേ? 9 പേർ എവിടെ? മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ അന്യജാതിക്കാരനല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അനന്തരം യേശു അയാളോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് പരീശന്മാർ ചോദിച്ചതിന് യേശു ഇങ്ങനെ പറഞ്ഞു, നിരീക്ഷിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ അത് ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറയത്തക്ക വിധത്തിലും ആയിരിക്കുകയില്ല. കാരണം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് യേശു മറുപടി പറഞ്ഞു. പിന്നെ അവിടുന്ന് തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണാൻ നിങ്ങൾ കൊതിക്കുന്ന കാലം വരും, പക്ഷേ കാണുകയില്ല. അന്ന് അവർ നിങ്ങളോട് അതാ അവിടെയെന്നും ഇതാ ഇവിടെയെന്നും പറയും. നിങ്ങൾ പോകരുത്, പിറകെ ചെല്ലുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മിന്നൽ ജ്വലിച്ച് പ്രകാശിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലായിരിക്കും. എന്നാൽ ആദ്യം താൻ വളരെ കഷ്ടം സഹിക്കുകയും ഈ തലമുറയാൽ തിരസ്കരിക്കപ്പെടുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്തും സംഭവിക്കും. നോഹ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച ദിവസം വരെ അവർ ഭക്ഷിക്കുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ ഭക്ഷിക്കുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ടു പോയ ദിവസം ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീട്ടിനുള്ളിലുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഇറങ്ങിപ്പോകരുത്. അതുപോലെ വയലിൽ ആയിരിക്കുന്നവനും വല്ലതും എടുക്കാനായി തിരികെ പോകരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുക. തൻ്റെ ജീവനെ സംരക്ഷിക്കാൻ നോക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവനോ അതിനെ പരിരക്ഷിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ ഒരേ സ്ഥലത്ത് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. 2 പേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. ശിഷ്യർ യേശുവിനോട്, കർത്താവേ, എവിടെ എന്ന് ചോദിച്ചതിന് യേശു, ശവം എവിടെയാണോ അവിടെയാണല്ലോ കഴുകന്മാർ വന്നു കൂടുന്നത് എന്ന് ഉത്തരം പറഞ്ഞു.